സംസ്ഥാന ബജറ്റിൽ കോതമംഗലം മണ്ഡലത്തിലെ 11 സ്കൂളുകളുടെ വികസനത്തിനായി 1 കോടി രൂപ വീതം അനുവദിച്ചതായി ആന്റണി ജോൺ എം.എൽ.എ. വന്യമൃഗശല്യം ലഘൂകരിക്കുന്നതിനായി 2025-26 സാമ്പത്തിക വർഷത്തേക്ക് 70 കോടി 40 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും എം.എൽ.എ. അറിയിച്ചു. ഗവൺമെന്റ് ഹൈസ്കൂൾ മാമലക്കണ്ടം, കുട്ടമ്പുഴ കുറ്റിയാഞ്ചാൽ ഗവൺമെന്റ് എൽ.പി. സ്കൂൾ, പിണ്ടിമന ഗവൺമെന്റ് യു.പി. സ്കൂൾ, ഗവൺമെന്റ് എൽ.പി. സ്കൂൾ കോട്ടപ്പടി നോർത്ത്, ഗവൺമെന്റ് യു.പി. സ്കൂൾ പാനിപ്ര, ഗവൺമെന്റ് എൽ.പി. സ്കൂൾ വാരപ്പെട്ടി, ഗവൺമെന്റ് യു.പി. സ്കൂൾ പൈമറ്റം, ഗവൺമെന്റ് യു.പി.എസ്. തലക്കോട്, കോതമംഗലം ഗവൺമെന്റ് ടൗൺ യു.പി. സ്കൂൾ, കോതമംഗലം ഗവൺമെന്റ് എൽ.പി. സ്കൂൾ, തൃക്കാരിയൂർ ഗവൺമെന്റ് എൽ.പി. സ്കൂൾ എന്നീ വിദ്യാലയങ്ങളുടെ വികസനത്തിനായാണ് 1 കോടി രൂപ വീതം അനുവദിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ കുറ്റിലഞ്ഞി സൊസൈറ്റിപ്പടി കനാൽപാലം പാഴൂർമോളം കോട്ടച്ചിറ റോഡ് 3 കോടി, പ്ലാമുടി ഊരംകുഴി റോഡ് 6 കോടി, ഊരംകുഴി ചാത്തമറ്റം മാതിരപ്പള്ളി പള്ളിപ്പടി മുതൽ പിടവൂർക്കവല വരെ 5 കോടി, വായനശാലപ്പടി കാട്ടാട്ടുകുളം റോഡ്, നെല്ലിമറ്റം ഉപ്പുകുളം റോഡ്, എം.പി. വർഗീസ് റോഡ്, ആലുമാവ് കുരൂർ റോഡ് 13 കോടി, നേര്യമംഗലം ഇഞ്ചത്തൊട്ടി റോഡ്, ഊന്നുകൽ തേങ്കോട് ഇലവുംപറമ്പ് നാടുകാണി റോഡ് 24 കോടി, SNDP കവല കുഞ്ഞുതൊമ്മൻ വഴി നെല്ലിമറ്റം അറക്കക്കുടി കവല പെരുമണ്ണൂർ റോഡ് 17 കോടി, കോതമംഗലം ടൗൺ ഹാൾ 7 കോടി, മലയോര ഹൈവേ കോതമംഗലം പെരുമ്പൻകുത്ത് റോഡ്, കുട്ടമ്പുഴ പിണവൂർക്കുടി റോഡ്, വടാശ്ശേരി തോളേലി ഉപ്പുകണ്ടം ചേലക്കാപ്പള്ളി റോഡ്, ആലുവ മൂന്നാർ റോഡ് 88 കോടി, ഇഞ്ചത്തൊട്ടി പാലം, ബംഗ്ലാക്കടവ് പാലം, ബ്ലാവന പാലം, മണികണ്ഠൻചാൽ പാലം, ചെറുവട്ടൂർ അടിവാട് പാലം, പുലിമല പാലം 91 കോടി എന്നിവ ഉൾപ്പെടെ 20 പദ്ധതികൾക്കാണ് സംസ്ഥാന ബജറ്റിൽ അംഗീകാരം ലഭിച്ചിട്ടുള്ളതെന്ന് ആന്റണി ജോൺ എം.എൽ.എ. അറിയിച്ചു. കൂടാതെ വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യം ലഘൂകരിക്കുന്നതിനായി 2025-26 സാമ്പത്തിക വർഷത്തേക്ക് 70 കോടി 40 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുള്ളതും കോതമംഗലം മണ്ഡലത്തെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണെന്ന് ആന്റണി ജോൺ എം.എൽ.എ. പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.